പ്രഭാത വാർത്തയിലേക്ക് വിശദമായി കടക്കുന്നു. വയനാട് മാനന്തവാടിയിൽ നിന്ന് മയക്കുവെടിവെച്ച് പിടികൂടിയ തണ്ണീർക്കൊമ്പനെ ഇന്ന് ബന്ദിപ്പൂർ വനമേഖലയിൽ തുറന്നുവിടും. ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷമായിരിക്കും നടപടി. ഇന്നലെ പുലർച്ചെ 5 മണിയോടെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ വൈകിട്ട് 5:30യോടെയാണ് മയക്കുവെടിവെച്ച് പിടിച്ചത്. സുജിത്ത് അയ്യപ്പത്ത് നൽകും വയനാട്ടിൽ നിന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. സുജിത്ത്, തണ്ണീർക്കൊമ്പനെ ഏറെ കഷ്ടപ്പെട്ടാണ് ഇന്നലെ മയക്കുവെടിവെച്ച് പിടിച്ചത്. കുങ്കിയാനകൾക്ക് സഹായത്തോടെയാണ് ആനയെ വാഹനത്തിൽ കയറ്റി ഈ ബന്ദിപ്പൂരിലേക്ക് എത്തിച്ചത്. ഈ തുറന്നുവിടാനുള്ള കാലതാമസം അത് എന്തിനാണ്? അധികൃതർ നമുക്ക് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെ? പ്രജിൻ, ഇന്നലെ രാത്രി 10:30 കൂടിയാണ് ആനയെ ഈ മാനന്തവാടിയിൽ നിന്ന് കൊണ്ടുപോയത്. ഈ ആനിമൽ ആംബുലൻസിലാക്കിയാണ് ആനയെ കൊണ്ടുപോയത്. അതിനുശേഷം ഇന്നലെ രാത്രി തന്നെ തുറന്നുവിടാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. പക്ഷേ കർണാടകയുടെ അതിർത്തി കടന്ന് ഇന്നലെ 12:30 കൂടിയാണ് 2 മണിയോടുകൂടി രാമപുര ക്യാമ്പിലേക്കാണ് ആനയെ കൊണ്ടുപോയത്. എലിഫന്റ് ക്യാമ്പാണിത്. കർണാടക വനംവകുപ്പിന്റെ അധീനതയിലുള്ള ക്യാമ്പാണ്. രാമപുരയിൽ വെച്ച് ഈ ആനയെ വിശദമായ രീതിയിൽ തന്നെ അതിന്റെ ആരോഗ്യസ്ഥിതി എല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ തുറന്നു വിടാതിരുന്നത്. ഇന്ന് തുറന്നു വിടും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം. എന്തായാലും അതിന്റെ ആരോഗ്യസ്ഥിതി ഉൾപ്പെടെ പരിശോധിച്ച് ഇന്നാവും തുറന്നു വിടുക എന്നുള്ള തരത്തിൽ ഉള്ള വിവരമാണ് നമുക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമാവുന്നത്. ഇന്നലെ തന്നെ DFOമാർ ഉൾപ്പെടെയുള്ളവർ ഈ ആനയെ കൊണ്ട് അവിടെ കർണാടകയുടെ ഭാഗമായ പ്രദേശത്തേക്ക് വിടാൻ വേണ്ടി കേരളത്തിലെ DFOമാർ ഉൾപ്പെടെയുള്ളവർ പോയിരുന്നു. ഇന്നലെ വൈകിട്ട് 5:30 കൂടിയാണ് മയക്കുവെടി വെച്ച് ശേഷം ആനയെ കീഴടക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതുവരെയും ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് ഇറങ്ങാൻ വൈകിയിരുന്നു. ഉത്തരവ് ഉച്ചയ്ക്ക് ശേഷമാണ് ഇറങ്ങിയത്. അത് സ്വാഭാവികമായ തടസ്സം എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. എന്തായാലും ആനയെ സുരക്ഷിതമായ രീതിയിൽ തന്നെ മയക്കുവെടി ഉതിർത്ത ശേഷം അതിനെ വൈകിട്ട് 10:30 കൂടിയാണ് ഇവിടെ നിന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത്. മാനന്തവാടിയിൽ ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റ് അലോസരങ്ങളൊന്നും തന്നെ ആന ഉണ്ടാക്കിയിട്ടില്ല. നേരത്തെ ഹാസൻ എന്ന് പറയുന്ന കർണാടകയുടെ പ്രദേശത്ത് കഴിഞ്ഞ 16-ാം തീയതിയാണ് ഈ ആനയെ പിടികൂടുന്നത്. തോട്ടങ്ങളിൽ സ്ഥിരമായി വന്ന് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഒരു ആനയാണ്. എന്നാൽ മറ്റ് ജീവഹാനിയോ മറ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ കർഷകരെല്ലാം തന്നെ, ഈ കാപ്പി വിളവെടുക്കുന്ന കർഷകരെല്ലാം തന്നെ ഈ ആന ബാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മയക്കുവെടി വെച്ച് പിടികൂടിയത്. ഇതിനൊപ്പം ഒരു മോളയാനയെ കൂടി പിടികൂടിയിരുന്നു. ഇതിനുശേഷം റേഡിയോ കോളർ ഘടിപ്പിച്ച് വയനാടിന്റെ അതിർത്തിയോട് ചേർന്നുള്ള നാഗർഹോളെ വനത്തിൽ വിടുകയായിരുന്നു. ഇവിടെ നിന്നാണ് ഈ ആന എടവക പഞ്ചായത്തിലേക്ക് ഇന്നലെ രാവിലെ പുലർച്ചെ എത്തുകയും പിന്നീട് മാനന്തവാടി നഗരസഭയിലേക്ക് അതിന്റെ ഒത്ത ഹൃദയഭാഗത്തേക്ക് തന്നെ വരികയും ചെയ്തത്. ജനവാസ മേഖലയിൽ കറങ്ങിയ ശേഷമാണിത് വയനാട് ഈ മാനന്തവാടിക്ക് ഹൃദയഭാഗത്തുള്ള കൊല്ലിയിലേക്ക് കടന്നു വന്ന് അവിടെ നിലയുറപ്പിച്ചത്. ഇതിനുശേഷമാണ് ഇതിനെ വെച്ച് പിടികൂടാനുള്ള ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടന്നത്. എന്തായാലും ഇന്ന് ആനയെ കർണാടക വനത്തിലേക്ക് തുറന്നുവിടും എന്നുള്ള ഉറപ്പ്, അത്തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ആരോഗ്യസ്ഥിതി ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാകും ആ നടപടിയിലേക്ക് കടക്കുക. ശരി, സുജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നൽകിയത്. 12:30 ശേഷമാണ് ഇന്നലെ ബന്ദിപ്പൂരിലേക്ക് ആനയെ എത്തിച്ചത്. ഇന്ന് ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷമായിരിക്കും വനത്തിൽ തുറന്നു വിടുക എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരായ ആരോപണങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും സജീവമാക്കി നിലനിർത്താൻ പ്രതിപക്ഷം. ഈ മാസം 5-ന് ചേരുന്ന UDF യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും. കരിമണൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയവരുടെ പട്ടികയിൽ UDF നേതാക്കളുടെ പേരുമുള്ളതിനാൽ കരുതലോടെയാകും പ്രതിപക്ഷ നീക്കം. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ മാത്യു കുഴൽനാടൻ നടത്തിയ ഒറ്റയാൾ സമരം ഏറ്റെടുക്കാനാണ് UDF തീരുമാനം. തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കാനുള്ള ആയുധമായാണ് എക്സാലോജിക്കിനെതിരായ SFIO അന്വേഷണത്തെ പ്രതിപക്ഷം കാണുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ KSIDC അന്വേഷണ പരിധിയിലായത് ഗുരുതരമെന്നാണ് മുന്നണിയുടെ വിലയിരുത്തൽ. വിഷയമുയർത്തിക്കാട്ടി പ്രാദേശിക തലത്തിൽ പ്രചാരണം നടത്തും. CMRL നിന്ന് സംഭാവന വാങ്ങിയവരുടെ പട്ടികയിൽ UDF നേതാക്കളുടെ പേരുമുള്ളതിനാൽ കരുതലോടെയാകും നീക്കം. തിങ്കളാഴ്ച സീറ്റ് വിഭജന ചർച്ചകൾക്കായി ചേരുന്ന UDF യോഗം തുടർ പ്രതിഷേധങ്ങൾ ചർച്ച ചെയ്യും. പ്രതിപക്ഷ ആരോപണങ്ങളെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് LDFന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിനെതിരായ ഡൽഹി സമരത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെ പങ്കെടുപ്പിക്കാൻ LDFന്റെ ശ്രമം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയെ നേരിൽ കണ്ട് ക്ഷണിക്കും. പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി സംഘാടനത്തിനായി ഡൽഹിയിൽ സമിതികൾ രൂപീകരിച്ചു. സമരവേദിയിലേക്ക് മമതാ ബാനർജിക്ക് ക്ഷണമില്ല. ഡൽഹിയിൽ ഫെബ്രുവരി 8-നാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന സമരം നിശ്ചയിച്ചിട്ടുള്ളത്. യോജിച്ച സമരത്തിനില്ലെന്ന് UDF വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെ പങ്കെടുപ്പിക്കാൻ LDFന്റെ നീക്കം. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു.
സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി കെ വി തോമസ് കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടി. മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് മുഖ്യമന്ത്രി കത്ത് കൊടുത്തു കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് അവരുടെ അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. എന്നോട് കാണില്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പാർലമെൻറ്റ് സെഷൻ കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദേശീയ തലത്തിൽ BJPക്കെതിരായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കൂടെ നിൽക്കണോ ഇല്ലേ എന്നുള്ളതല്ലേ പ്രശ്നം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, RJD നേതാവ് തേജസ്വി യാദവ്, നാഷണൽ കോൺഫറൻസിന്റെ ഫാറൂഖ് അബ്ദുള്ള തുടങ്ങിയവരെ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നേരിട്ട് ക്ഷണിക്കും. നവീൻ പട്നായിക് അടക്കം മറ്റ് BJP ഇതര പാർട്ടികളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരെയും സമരത്തിന് അണിനിരത്താൻ നീക്കമുണ്ട്. അതേസമയം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് ക്ഷണമില്ല. ഡൽഹിയിലെ മലയാളി സംഘടനകളുടെ പങ്കാളിത്തവും പ്രതിഷേധത്തിൽ ഉറപ്പാക്കും. സമര സംഘാടനത്തിനായി MP-മാരായ ഡോക്ടർ V ശിവദാസൻ, AA റഹീം, ജോൺ ബ്രിട്ടാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സമിതികൾ രൂപീകരിച്ചു. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ തൃശൂരിൽ നാളെ മഹാജനസഭ. ബൂത്ത് തലം മുതലുള്ള 1,00,000-ലധികം ഭാരവാഹികളെ പങ്കെടുപ്പിക്കാനാണ് ശ്രമം. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട മുന്നൊരുക്കമെന്ന നിലയ്ക്കാണ് കോൺഗ്രസ് നാളെ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ മഹാജനസഭ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ 25,177 ബൂത്തുകളിൽ നിന്ന് പ്രസിഡന്റ്, വനിതാ വൈസ് പ്രസിഡന്റ്, BLA-മാർ എന്നിങ്ങനെ 3 പേർ വീതം 75,000-ൽ പരം ഭാരവാഹികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. മണ്ഡലം മുതൽ AICC തലം വരെയുള്ള ഭാരവാഹികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. ബൂത്ത് പ്രസിഡന്റുമാർക്ക് പ്രത്യേക ID കാർഡ് വിതരണം ചെയ്തു. കോൺഗ്രസിന്റെ സംഘടനാ ശക്തി തെളിയിക്കാനുള്ള അവസരമായാണ് KPCC നേതൃത്വം മഹാജനസഭയെ നോക്കിക്കാണുന്നത്. നാളെ വൈകിട്ട് 4 മണിക്ക് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. എല്ലാ സംസ്ഥാനത്തും ഖാർഗെജിയുടെ പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ മധ്യജില്ലയായ തൃശ്ശൂരിൽ ഖാർഗെജി എത്തിച്ചേരുന്നത്. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളും ഒഴുകിയെത്തുന്ന ഒരു മഹാസമ്മേളനമായിട്ടാണ് തൃശ്ശൂരിൽ 4-ാം തീയതി ഈ സമ്മേളനം നടക്കുവാൻ പോകുന്നത്. ബൂത്ത് കമ്മിറ്റികൾ ശക്തിപ്പെടുത്തുന്നതിലൂടെ സംഘടനാ പ്രവർത്തനത്തിന് ഊർജ്ജം കൂട്ടാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. KPCC പ്രസിഡന്റ് K. സുധാകരൻ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയ നേതാക്കളും പങ്കെടുക്കും. 24 തൃശൂർ. UDFന്റെ സീറ്റ് വിഭജന ചർച്ചയിൽ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിന് ലഭിക്കും എന്നായതോടെ പാർട്ടിയിലെ പല നേതാക്കളും മത്സരിക്കാൻ കച്ചമൊരുക്കുകയാണ്. സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നവർ വിവാഹം മുതൽ പൊതുസമ്മേളനം വരെയുള്ള പരിപാടികളിൽ സജീവമായി കഴിഞ്ഞു. കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിനെന്ന് UDFൽ ഏകദേശ ധാരണയായിട്ടുണ്ട്. മറ്റൊരു സീറ്റും പാർട്ടി ആവശ്യപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ടുതന്നെ മുതിർന്ന നേതാക്കളടക്കം സ്ഥാനാർത്ഥിയാകാൻ രംഗത്തുണ്ട്. വർക്കിംഗ് ചെയർമാൻ PC തോമസ് തന്നെയാണ് മുന്നിൽ. മണ്ഡലത്തിലെ പാർട്ടി പരിപാടികളിലാണ് PC തോമസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുത്ത പ്രമുഖ വ്യക്തികളെ നേരിട്ട് കാണുന്നുമുണ്ട്. പാർട്ടിയിലെ ഡെപ്യൂട്ടി ചെയർമാൻ ഫ്രാൻസിസ് ജോർജും മണ്ഡലത്തിൽ സജീവമാണ്. ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നതും ഫ്രാൻസിസ് ജോർജിന് തന്നെ. KM മാണിയുടെ മരുമകൻ MP ജോസഫും തുടർച്ചയായി മണ്ഡലത്തിലെത്തുന്നുണ്ട്. പരിചയം പുതുക്കുന്ന തിരക്കിലാണ് MP ജോസഫ്. ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിലും പാർട്ടി പരിപാടികളിലും പൊതുപരിപാടികളിലും സ്ഥിര സാന്നിധ്യമായി. സ്ഥാനാർത്ഥി മോഹം തുറന്നു പറഞ്ഞ് വിവാദമുണ്ടാക്കാൻ ആരും തയ്യാറാകുന്നില്ലെന്ന് മാത്രം. അതിപ്പോ സ്വാഭാവികം. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള എന്താ പറയുക ക്ലെയിമോ അവകാശവാദങ്ങളോ. എനിക്കൊരു അവകാശവാദമില്ല, എനിക്കൊരു ക്ലെയിമോ ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പാർട്ടി എന്ത് നിലപാടെടുക്കുന്നു, പാർട്ടി എന്ത് തീരുമാനിക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കാം. പാർട്ടി ആരെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചാലും ഞാൻ വളരെ സജീവമായിട്ട് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ പ്രവർത്തനത്തിലുണ്ടാകും. സ്ഥാനാർത്ഥി നിർണയം കേരള കോൺഗ്രസിന് എളുപ്പമാകില്ലെന്ന് വ്യക്തം. 24 കോട്ടയം. ഖനന അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിനെതിരെ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഹൈക്കോടതിയെ സമീപിക്കും. സുപ്രീംകോടതി ഇടപെടാൻ വിസമ്മതിക്കുകയും ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ BJP ശ്രമിക്കുന്നുവെന്ന് JMM ആരോപിച്ചു. ഭരണകക്ഷിയിലെ 39 MLA-മാരാണ് ഹൈദരാബാദിലെ ലിയോണിയ റിസോർട്ടിൽ തുടരുന്നത്. ജാർഖണ്ഡ് നിയമസഭാ സമ്മേളനം ഈ മാസം 5-6 തീയതികളിൽ നടത്താൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. 10 ദിവസത്തിനുള്ളിൽ ഭൂരിപക്ഷം തെളിയിക്കണം എന്നാണ് ഗവർണർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയെ വിമർശിച്ച് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് യാത്ര നടത്തുന്നത് യുക്തിപരമല്ലെന്ന് പ്രശാന്ത് കിഷോർ പറഞ്ഞു. 6 മാസമോ 1 വർഷമോ മുൻപ് ഈ യാത്ര സംഘടിപ്പിക്കേണ്ടതായിരുന്നു. സഖ്യകക്ഷികളെ കാണാനും തയ്യാറെടുപ്പുകൾക്കുമുള്ള സമയമാണ് ഇതെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു. ഭാരത് ജോഡോ ന്യായ് യാത്ര അതേസമയം ഇന്നും ജാർഖണ്ഡിൽ തുടരും.
ഗോഡയിലെ സർക്കാനന്ദ ചൌക്കിൽ നിന്ന് ധൻബാദ് വരെയാണ് ഇന്നത്തെ പര്യടനം. നടൻ വിജയിയുടെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിൽ തമിഴ്നാട്ടിൽ സമ്മിശ്ര പ്രതികരണം. രാഷ്ട്രീയത്തിലേക്ക് വിജയിയെ സ്വാഗതം ചെയ്യുമ്പോഴും സിനിമയല്ല രാഷ്ട്രീയം എന്ന ഓർമ്മപ്പെടുത്തലുകളും അധികമായി വരുന്നു. ജനാധിപത്യ ഇന്ത്യയിൽ ആർക്കും പാർട്ടി ആരംഭിക്കാമെന്നും വിജയാശംസകൾ എന്നും മന്ത്രി ഉദയനിധി സ്റ്റാലിൻ പ്രതികരിച്ചു. വിജയുടെ വരവ് രാഷ്ട്രീയത്തിൽ ആരോഗ്യകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് കോൺഗ്രസ് തമിഴ്നാട് അധ്യക്ഷൻ KS അഴഗിരി പറഞ്ഞു. 2026 തെരഞ്ഞെടുപ്പിൽ ആര് പുതിയ പാർട്ടിയുമായി വന്നാലും അണ്ണാ DMK തകർക്കാൻ കഴിയില്ലെന്ന് മുൻമന്ത്രിയും ADMK മുതിർന്ന നേതാവുമായ D ജയകുമാർ പ്രതികരിച്ചു. വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ അംഗങ്ങളെ ചേർക്കുന്നതിനുള്ള തീവ്ര ശ്രമമാണ് തമിഴക വെട്രിക്കഴകം പ്രവർത്തകർ ആരംഭിച്ചിട്ടുള്ളത്. ചുരുങ്ങിയ ദിവസം കൊണ്ട് 1 കോടി പേരെ പാർട്ടിയിൽ ചേർക്കാനാണ് വിജയുടെ ആഹ്വാനം. വെൽക്കം ബാക്ക്. പ്രഭാത വാർത്ത തുടരുന്നു. അടുത്ത റിപ്പോർട്ടിലേക്ക്. വിവരാവകാശ നിയമം നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കുരുങ്ങി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഫയൽ കാണാനില്ല എന്ന മറുപടി ഇനി അനുവദിക്കില്ലെന്ന് വിവരാവകാശ കമ്മീഷണർ A. അബ്ദുൽ ഹക്കീം പറഞ്ഞു. അടുത്ത ദിവസം മുതൽ സർക്കാർ ഓഫീസുകളിൽ മിന്നൽ പരിശോധന നടത്താനാണ് തീരുമാനം. സംസ്ഥാനത്ത് സമീപകാലത്തായി വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾ പരിഗണിക്കുന്നതിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ വൻ വീഴ്ചയാണ് സംഭവിക്കുന്നതെന്ന് കമ്മീഷൻ കണ്ടെത്തി. ഈ കാരണത്താൽ അപ്പീലുകളുടെ എണ്ണം വൻ തോതിലാണ് വർദ്ധിച്ചു വരുന്നത്. സ്വമേധയാ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ വെബ്സൈറ്റിൽ നൽകണമെന്ന നിയമവും പാലിക്കപ്പെടുന്നില്ല. ഇത്തരക്കാരെ പിടികൂടാനാണ് കമ്മീഷൻ നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സർക്കാർ ഓഫീസുകളിൽ ഇനിയുള്ള ദിവസം മിന്നൽ പരിശോധന നടത്തും. ആദ്യഘട്ടങ്ങളിൽ കളക്ട്രേറ്റുകളിലായിരിക്കും പരിശോധന. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കമ്മീഷനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഈ സെക്ഷൻ 4 പ്രകാരമുള്ള വിവരങ്ങൾ സ്വമേധയാ എല്ലാ ഓഫീസുകളും ജനങ്ങളെ അറിയിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ. അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലും വിവരാവകാശ കമ്മീഷണർമാർ സർപ്രൈസ് വിസിറ്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏത് സമയത്തും കമ്മീഷണർമാരോ അല്ലെങ്കിൽ ഞങ്ങൾ നിയോഗിക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥരോ ഈ രേഖകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പരിശോധിക്കാൻ അവിടെ എത്തുന്നതാണ്. നിലവിൽ 30 ദിവസത്തിനകം മറുപടി നൽകിയാൽ മതിയെന്ന തെറ്റിദ്ധാരണ ഉദ്യോഗസ്ഥർക്കിടയിലുണ്ട്. അത് തിരുത്തണം. 5 ദിവസത്തിനകം ആദ്യഘട്ട നടപടികൾ പൂർത്തിയാക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. അല്ലാത്തപക്ഷം ഉദ്യോഗസ്ഥർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനാണ് കമ്മീഷന്റെ തീരുമാനം. 24 കോഴിക്കോട്. ആഗോള സുറിയാനി സഭ പരമാധ്യക്ഷന്മാർ ഇഗ്നാത്തിയോസ് അപ്രേം രണ്ടാമൻ പത്രാർക്കീസ് ബാവയെ സ്വീകരിക്കാനൊരുങ്ങി പുത്തൻകുരിശ്. ഇന്ന് വൈകിട്ടോടെ പത്രാർക്കീസ് ബാവ പുത്തൻകുരിശിലെ സഭാ ആസ്ഥാനത്തെത്തും. നാളെ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ പൗരോഹിത്യത്തിന്റെ സുവർണ ജൂബിലി സമാപന സമ്മേളനവും പാത്രിയാർക്ക ദിനാഘോഷവും നടക്കും. കഴിഞ്ഞ മാസം 25-ന് ഇന്ത്യയിലെ സന്ദർശനം ആരംഭിച്ച ഇഗ്നാത്തിയോസ് അഫ്രേം രണ്ടാമൻ പാത്രിയാർക്കീസ് ബാവ സഭാ ആസ്ഥാനമായ പുത്തൻകുരിശിലേക്ക് ഇന്ന് വൈകിട്ടോടെയാണ് എത്തുക. സഭാധ്യക്ഷനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. നാളെ വൈകുന്നേരം ബസേലിയസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ പൗരോഹിത്യ സുവർണ ജൂബിലി സമാപന സമ്മേളനത്തിലും പാത്രിയാർക്ക ദിനാഘോഷത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി V. മുരളീധരൻ, പ്രതിപക്ഷ നേതാവ് BD സതീശൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ചടങ്ങിൽ ബസേലിയസ് തോമസ് പ്രഥമൻ കാത്തോലിക്കോസ് ചാരിറ്റി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ശ്രേഷ്ഠ പുരസ്കാരം ISRO ചെയർമാൻ S. സോമനാഥൻ സമ്മാനിക്കും. ശ്രേഷ്ഠ ബാവായുടെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷങ്ങളും പാത്രിയർക്ക ദിനാഘോഷവും അവിടെ നടക്കും. ശ്രേഷ്ഠ ബാവായെ ആദരിക്കുന്ന ആ വലിയ സമ്മേളനം കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ മുളന്തുരുത്തി വെട്ടിക്കൽ MSOT സെമിനാരിയിൽ പാത്രിയാർക്കീസ് ബാവയുടെ അധ്യക്ഷതയിൽ എപ്പിസ്കോപ്പൽ സുന്നതദോസും നടക്കും. സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അതിഥിയായി എത്തുന്ന പാത്രിയാർക്കീസ് ബാവ മുഖ്യമന്ത്രിയുമായി തിരുവനന്തപുരത്ത് ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തിയ ശേഷമാകും ബെയ്റൂട്ടിലേക്ക് മടങ്ങുക. 24 കൊച്ചി. കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതിക്ക് വീണ്ടും ചിറകുമുളക്കുന്നു. സമഗ്ര ഗതാഗത പദ്ധതി തയ്യാറാക്കുന്നതിനായി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കലക്ട്രേറ്റിൽ ഇന്ന് യോഗം ചേരും. വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് കോഴിക്കോടിന്റെ ലൈറ്റ് മെട്രോ പ്രതീക്ഷകൾക്ക് വീണ്ടും ചിറകുമുളയ്ക്കുന്നത്. 2017 മെട്രോ റെയിൽ നയമനുസരിച്ച് സമഗ്ര മൊബിലിറ്റി പ്ലാൻ ആവശ്യമാണ്. ഇതിനെ തുടർന്നാണ് മെട്രോ പദ്ധതികളുടെ ചുമതല കൊച്ചി മെട്രോ റെയിലിനെ സർക്കാർ ഏൽപ്പിച്ചത്. കോഴിക്കോട് നഗരത്തിനാവശ്യമായ മാസ് റാപ്പിഡ് ട്രസ്റ്റിംഗ് സിസ്റ്റം, ബസ് സൗകര്യം, മൊബിലിറ്റി ഹബ്ബുകൾ, സൈക്കിൾ നടപ്പാത എന്നിവയെക്കുറിച്ച് ഇന്ന് ചേരുന്ന യോഗം ചർച്ച ചെയ്യും.
മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, KB ഗണേഷ് കുമാർ, AK ശശീന്ദ്രൻ, കൊച്ചി മെട്രോ റെയിൽ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ എന്നിവരുൾപ്പെടെ 60-ലേറെ പേർ യോഗത്തിൽ പങ്കെടുക്കും. മോണോറെയിൽ എന്ന ആശയത്തിലാണ് കോഴിക്കോട്ടെ ലൈറ്റ് മെട്രോ പദ്ധതി തുടങ്ങിയത്. മീഞ്ചന്ത മുതൽ മെഡിക്കൽ കോളേജ് വരെ 13.3 കിലോമീറ്ററാണ് ലൈറ്റ് മെട്രോ വിഭാവനം ചെയ്തത്. 2014 ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ DPR തയ്യാറാക്കി. 2017 DPR പുതുക്കി. 2017 കേന്ദ്രത്തിന്റെ മെട്രോ നയങ്ങളുമായി ചേർന്ന് പോകാത്തതിനാൽ സംസ്ഥാനം സമർപ്പിച്ച DPR മാറ്റാൻ നിർദ്ദേശിച്ചിരുന്നു. അതിനുശേഷം കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. 24 കോഴിക്കോട്. സംസ്ഥാന ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് മലബാർ പ്രതീക്ഷിക്കുന്നത്. റോഡ് വികസനം, ജലാശയങ്ങളുടെ സംരക്ഷണം എന്ന് തുടങ്ങി ടൂറിസത്തിനും വ്യവസായത്തിനും പ്രോത്സാഹനം വരെ ആവശ്യങ്ങൾ അങ്ങനെ നിരവധിയാണ്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് സംസ്ഥാന ബജറ്റ്. അതുകൊണ്ട് തന്നെ ഇക്കുറി പ്രതീക്ഷകൾ പൊതുവിൽ ഏറെയാണ്. മലബാറിനാണെങ്കിൽ പ്രതീക്ഷ ആകാശത്തോളമാണ്. ടൂറിസം മേഖല, മാലിന്യ നിർമ്മാർജ്ജനം, റോഡ് വികസനം, ഇതാണ് പ്രധാന പ്രതീക്ഷകളിൽ ഉള്ളത്. ഇതിനൊപ്പം ബേപ്പൂർ തുറമുഖം ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള ജലഗതാഗത സംവിധാനവും ബജറ്റ് പ്രതീക്ഷകളിൽ ഉണ്ട്. പ്രവാസികൾ ബേപ്പൂരിൽ നിന്നും കടൽ മാർഗമുള്ള ദുബായ് യാത്ര കൂടി സ്വപ്നം കാണുകയാണ് ഈ ബജറ്റിൽ. കോഴിക്കോടിന് മലബാറിന് പ്രയോജനം കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുക, എയർ, റെയിൽ, റോഡ്, ജലഗതാഗതം. പണ്ട് പൊന്നാനിയിൽ നിന്ന് തിരൂർക്ക് ബോട്ടിൽ വന്ന ആളാണ് ഞാൻ. അതേപോലെ ഫറോക്കിൽ നിന്ന് മാവൂരും അരീക്കോടും ബന്ധപ്പെട്ട് ബോട്ട് സർവീസ് നടന്നു. അതൊക്കെ പുനരാരംഭിക്കുകയാണെങ്കിൽ ഈ ഗതാഗതക്കുരുക്കിന് ആശ്വാസം ചെയ്യും, കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ കഴിയുകയും ചെയ്യും. പിന്നെ മലബാറിൻ്റെ പുതിയതായിട്ട് ഒരു വളരെ ബേപ്പൂർ ഉൾപ്പെടെ പുതിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഗതാഗത സൗകര്യം ഇല്ലായ്മയാണ് ഒരു പോരായ്മയായിട്ട് കാണുന്നത്. തിരക്കേറിയ കോഴിക്കോട് നഗരത്തിലെ റോഡുകളുടെ വികസനം ഒരു പ്രധാന പ്രശ്നമാണ്. കുരുക്കഴിയാത്ത കണ്ണൂർ റോഡ് ഉൾപ്പെടെ വികസിക്കാനുള്ള പദ്ധതി ഈ ബജറ്റിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടൂറിസം മേഖലയിലാണ് വലിയ കണക്കുകൂട്ടലുകൾ. സരോവരം പാർക്കിനായി വലിയ ടൂറിസം പദ്ധതി പ്രതീക്ഷിക്കുകയാണ്. നിരവധി തണ്ണീർത്തടങ്ങളും കനോലി കനാലും സംരക്ഷിക്കപ്പെടണം. എന്നാൽ ഇപ്പോൾ ഇതിന്റെ അവസ്ഥ വളരെ മോശമാണ്. മാലിന്യങ്ങൾ നിറയുകയാണ് തണ്ണീർത്തടങ്ങളിൽ. സരോവരത്തിലെ തണ്ണീർത്തടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് തന്നെ പ്രകൃതിയിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി കിട്ടിയൊരു സാധനമാണ്. തണ്ണീർത്തടം നമ്മുടെ മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ വളരെ വേണ്ടപ്പെട്ടൊരു സാധനമാണ്. പക്ഷേ മനുഷ്യർ തന്നെയാണ് ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കാണുന്ന പ്ലാസ്റ്റിക് വേസ്റ്റും ഹോസ്പിറ്റലിൽ നിന്ന് വിടുന്ന വേസ്റ്റുകളും തന്നെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയത്. മലബാറിലെ ടൂറിസം സ്പോട്ടുകളായ പയ്യോളി ബീച്ച്, ധർമ്മടം തുരുത്ത്, ബേക്കൽ തുടങ്ങിയ കേന്ദ്രങ്ങൾക്ക് വലിയ പദ്ധതി പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയം പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങളെ വികസിപ്പിക്കുന്ന നയമായിരിക്കും ബജറ്റിൽ എന്നും മലയോര മേഖലയിൽ ഉൾപ്പെടെ കൊച്ചു ടൂറിസം കേന്ദ്രങ്ങൾക്കായി ബജറ്റിൽ പ്രത്യേക പദ്ധതി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഒരു കാര്യം തീർച്ച, സംസ്ഥാന ബജറ്റിൽ മലബാറിന് വ്യവസായ മേഖലയേക്കാൾ പദ്ധതി സാധ്യതകൾ ടൂറിസം മേഖലയ്ക്ക് തന്നെയാണ്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. മുൻവർഷങ്ങളിൽ സംസ്ഥാന ബജറ്റിൽ മികച്ച പരിഗണന ലഭിച്ച മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസം. ഇത്തവണയും അതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. വിജ്ഞാന സമ്പദ് വ്യവസ്ഥ സാധ്യമാക്കുക എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത നയം കൂടിയാണ്. നിറയെ സർപ്രൈസുകൾ ഒളിപ്പിച്ചൊരു പെട്ടി. ആ പെട്ടിയുമായിട്ടാവും ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ഫെബ്രുവരി 5 ഈ നിയമസഭയിലേക്ക് എത്തുക. ആ പെട്ടി തുറക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് എന്ത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എണ്ണി പറയാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആവശ്യങ്ങൾ ഏറെയുണ്ട് താനും. ഉന്നത വിദ്യാഭ്യാസത്തിനായി സംസ്ഥാനവും രാജ്യവും വിട്ട് വിദേശത്തേക്ക് പോകുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നുവെന്നാണ് കണക്ക്. വിദ്യാർത്ഥികളെ ഇവിടെ പിടിച്ചു നിർത്താൻ സർക്കാർ പരമാവധി ശ്രമിക്കുന്ന കാലമാണ്. അതിനാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പണം അനുവദിക്കുന്നത് ചിലവായിട്ടല്ല സർക്കാർ കാണുന്നത്. ഒരു നിക്ഷേപമെന്ന നിലയിലാണ് സർക്കാർ അതിനെ വിലയിരുത്തുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നോളജ് ഹബ്ബാക്കാനുള്ള നീക്കം സർക്കാർ ആരംഭിച്ചിട്ട് നാളേറെയായി. UGC ഗ്രാന്റ് ലഭിക്കാത്തത് തടസ്സമായി നിൽക്കുന്നു. നോളജ് ഹബ്ബ് എന്ന സ്വപ്നത്തിനായി ബജറ്റിൽ ആവശ്യത്തിനുള്ള തുക വകയിരുത്തും എന്നാണ് പ്രതീക്ഷ. നോളജിനെ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും അതിനെ വിനിമയം ചെയ്യുകയും അതുവഴി സാമ്പത്തികമായി തന്നെ മുതൽക്കൂട്ടുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ആ മേഖലയിൽ അതുകൊണ്ട് തന്നെ സർക്കാർ നിക്ഷേപം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവകലാശാലയുടെ ആകെയുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഗുണപരമായ വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടി കമ്മീഷനെ നിയമിക്കുകയും ഒക്കെ ചെയ്തതാണ്. കമ്മീഷൻ പ്രവർത്തനങ്ങളുടെ 2ാം ഘട്ടം ആണ്.
അതിനാവശ്യമായിട്ടുള്ള പദ്ധതികളുടെ ഫണ്ട് സർക്കാർ അനുവദിക്കും എന്ന പ്രതീക്ഷയാണ്. സംസ്ഥാനത്തെ കോളേജുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇപ്പോഴും അപര്യാപ്തതയുണ്ട്. അതൊക്കെയും പരിഹരിക്കാൻ ബജറ്റിനാവുമെന്നാണ് പ്രതീക്ഷ. 4 വർഷ ബിരുദ പദ്ധതി ആവിഷ്കരിച്ചെങ്കിലും ഒഴിഞ്ഞുകിടക്കുന്ന അധ്യാപക തസ്തികകൾ നികത്താൻ ഇതുവരെ ആയിട്ടില്ല. ആവശ്യം ഏറെ നാളായി സർക്കാരിന് മുന്നിൽ ഉയർത്തുന്നതാണ്. 1000-ലധികം തസ്തികകൾ നികത്താൻ ബജറ്റിൽ തുക വകയിരുത്തേണ്ടത് അത്യാവശ്യം. ഉള്ള അധ്യാപകർക്കുള്ള ട്രെയിനിങ്ങിനും പണം കണ്ടെത്തേണ്ടതുണ്ട്. ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ രീതിയിലുള്ള സ്റ്റാഫിനെ അനുവദിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ബജറ്റിൽ അതുണ്ടാവും എന്നാണ് പ്രതീക്ഷ. 4 വർഷ ബിരുദ പദ്ധതി, അതിനെ തുടർന്ന് വരുന്ന മറ്റ് പരിഷ്കാരങ്ങൾ, ഇതിനൊക്കെ തന്നെയും അധ്യാപകരുടെ സേവനം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇപ്പോഴുള്ള അധ്യാപകരുടെ അധ്വാന ഭാരം കണക്കിലെടുത്തുകൊണ്ട് പുതിയ അധ്യാപകരെ നിയമിക്കേണ്ടതായിട്ട് വരും. ഗവേഷണത്തിന് വേണ്ട സാമ്പത്തിക പിന്തുണയും പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി സർക്കാർ ആരംഭിച്ചെങ്കിലും മതിയായ ജീവനക്കാരില്ലാത്ത പ്രതിസന്ധിയുണ്ട്. അതിനും ബജറ്റിലൂടെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. അനുവദിക്കുന്ന തുക കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനും കഴിയണമെന്നാണ് വിദഗ്ധാഭിപ്രായം. സംസ്ഥാനത്തെ സർവകലാശാലകൾ പലവിധ പ്രതിസന്ധിയെ നേരിടുന്നുണ്ട്. തലപ്പത്തെ പോരു മുതൽ തുടങ്ങുന്നു ആ പ്രതിസന്ധി. അതിനിടയിൽ സംസ്ഥാന ബജറ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കാകെ ഓക്സിജൻ പകരുമെന്ന് പ്രത്യാശിക്കാം. സലിം മാലിക്, 24, തിരുവനന്തപുരം. രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് അപ്ലൈഡ് സയൻസസിൽ അന്തർദേശീയ മാനേജ്മെന്റ് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റിന് തുടക്കം. ഇൻസ്പെക്ട്ര 2024 എന്ന പേരിലാണ് പരിപാടി. 2 അന്താരാഷ്ട്ര മത്സരങ്ങൾ ഉൾപ്പെടെ 14 മത്സരങ്ങളാണ് നടക്കുക. 2.5 ലക്ഷം രൂപയാണ് ആകെ സമ്മാനത്തുക. വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. ഫ്ലവേഴ്സും 24ഉമാണ് പരിപാടിയുടെ മീഡിയ പാർട്ട്നേഴ്സ്. This time we have made it into national and international events. So we have almost more than 700 participants, roughly from 25 or say, more than 25 colleges participating. So this is the flag, most important event of our college. ഞങ്ങളുടെ തീം തന്നെ ഇൻസെപ്ട്ര 1 ഡ്രീം 1 ഇമോഷൻ എന്നുള്ളതാണ്. ഇത് വർഷങ്ങളായിട്ട് ഇത് ഞങ്ങളുടെ ഒരു ലെഗസിയായി മാറിയിരിക്കുകയാണ്. കുട്ടികൾ ഓരോ വർഷവും വരുമ്പോൾ തന്നെ ആ ഒരു സ്വപ്നം ഒരു വികാരത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ഡേവിസ് കപ്പ് ടെന്നീസിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇന്ന് നേർക്കുനേർ പോരിനിറങ്ങും. വേൾഡ് ഗ്രൂപ്പ് 1 പ്ലേ ഓഫിലാണ് ഇന്ത്യ പാക് സൂപ്പർ പോരാട്ടം. ആദ്യ സിംഗിൾസിൽ രാംകുമാർ രാമനാഥൻ വെറ്ററൻ താരമായ ഐസാമുൽ ഹഖ് ഖുറേഷിയെ നേരിടും. രണ്ടാം സിംഗിൾസിൽ അഖീൽ ഖാനാണ് ശ്രീരാം ബാലാജിയുടെ എതിരാളി. ഡബിൾസിൽ യുക്കി ഭാംബ്രി സാക്കേത് മൈനി സഖ്യം ബർഖത്തുള്ള മുസമ്മിൽ മുർത്താസ കൂട്ടുകെട്ടുമായി ഏറ്റുമുട്ടും. 6 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇന്ത്യൻ ടെന്നീസ് ടീം ഡേവിസ് കപ്പ് മത്സരങ്ങൾക്കായി പാകിസ്ഥാനിലെത്തുന്നത്. 1964 അവസാനമായി ഇന്ത്യൻ ടീം പാകിസ്ഥാനിൽ കളിച്ചത്. പ്രഭാത വാർത്ത പൂർത്തിയാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിനം ആശംസിക്കുന്നു.